പ്രിയപ്പെട്ട കുട്ടികളെ, SSLC സോഷ്യൽ സയൻസ് ഫോക്കസ് ഏരിയ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ വിജയകുമാർ, പ്രിൻസിപ്പൽ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുമരകം. എൻ്റെ പേര് കോളിൻ ജോസ്, ഡോക്ടർ AMMR ഗവൺമെൻറ് HSS കട്ടേല ശ്രീകാര്യത്തെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. സോഷ്യൽ സയൻസ് 1, 2 ഭാഗങ്ങളിലെ മുഴുവൻ അധ്യായങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. തുടർ പ്രവർത്തനങ്ങളും നിങ്ങളുടെ അധ്യാപകർ നൽകിയ പിന്തുണയും സാമൂഹ്യശാസ്ത്രത്തിലെ ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് വിഷയങ്ങളോടൊപ്പം ഈ വർഷം സോഷ്യൽ സയൻസ് പരീക്ഷയിലും ചില മാറ്റങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം പരീക്ഷയിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട ഫോക്കസ് ഏരിയാസ് കണ്ടെത്തി നൽകിയിട്ടുണ്ട്. ഏതൊക്കെ അധ്യായങ്ങളിലാണ് ഫോക്കസ് ഏരിയാസ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. 1. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അഥവാ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. 2. സമരവും സ്വാതന്ത്ര്യവും, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. 3. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അഥവാ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. 4. ഋതുഭേദങ്ങളും സമയവും, സീസൺസ് ആൻഡ് ടൈം. 5. വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. 6. പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 7. മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഈ അധ്യായങ്ങളിലെ തിരഞ്ഞെടുത്ത് നൽകിയ ആശയങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ അനായാസം മുഴുവൻ സ്കോറും നേടാനാകും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ അധ്യായത്തിലെയും പ്രധാന ആശയങ്ങളിലേക്ക് കടന്നുപോകാം. പ്രിയ വിദ്യാർത്ഥികളെ, സാമൂഹ്യശാസ്ത്രം 1 ആദ്യത്തെ അധ്യായമാണല്ലോ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഈ പാഠഭാഗത്തിൽ പ്രധാനമായും 3 വിപ്ലവങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയുമായി നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. 1. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവം, 3ാമത്തേത് റഷ്യൻ വിപ്ലവം. ഓരോന്നെ നമുക്ക് പരിശോധിച്ചു പോകാം. ആദ്യം നമുക്ക് കാണാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന പാഠഭാഗം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും അധികമായി ശ്രദ്ധിക്കേണ്ടത് മെർക്കൻറ്റലിസം അഥവാ മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ ആണ്. പ്രധാനമായും 5 നിയമങ്ങളെ നിങ്ങൾ പാഠപുസ്തകത്തിനകത്ത് മെർക്കൻറ്റലിസത്തിൻ്റെ ഭാഗമായി പഠിക്കുന്നുണ്ട്. കൂടുതൽ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാം. മറ്റ് കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്നത് ചിന്തകന്മാരുടെ സ്വാധീനമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായും 2 ചിന്തകരെയാണ് നമ്മൾ പരിചയപ്പെടുക. 1 ജോൺ ലോക്ക്, മറ്റൊന്ന് തോമസ് പെയിൻ. ഈ 2 ചിന്തകന്മാരുടെയും ആശയങ്ങൾ, അവരുടെ ആശയങ്ങൾ ഏത് തരത്തിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചത് എന്ന് കൂടുതലായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പാഠപുസ്തകത്തിൽ നിന്നും അവ കുറച്ചുകൂടി കൃത്യമായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു ഗതി കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകളാണ്. നമുക്കറിയാം 3 പ്രധാനപ്പെട്ട കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ പരിചയപ്പെടുന്നു. 1774 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, രാജാവിന് നിവേദനം സമർപ്പിക്കുന്നതും രാജാവ് അതിനെ എതിർക്കുന്നതും നമുക്കവിടെ കാണാം. കോളനികളെ ആക്രമിക്കാൻ വേണ്ടി രാജാവ് പട്ടാളക്കാരെ അയക്കുന്നതും ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. 2ാമത്തേത് 1775 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അവിടെ ജോർജ് വാഷിങ്ടണിനെ കോളനികൾ അവരുടെ സൈന്യത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. 3ാമത്തേത് 1776 കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ച് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശ്രദ്ധയോടുകൂടി നിങ്ങളത് പഠിക്കുമല്ലോ. 1781 യുദ്ധം അവസാനിക്കുന്നു. 1783 പാരീസ് ഉടമ്പടിയിലൂടെ അമേരിക്ക എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നു.
ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന തയ്യാറാക്കുകയും അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ അധികാരമേൽക്കുന്നതും നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കാണാവുന്നതാണ്. രണ്ടാമത്തെ വിപ്ലവം നമ്മൾ പരിചയപ്പെടുക ഫ്രഞ്ച് വിപ്ലവം ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ ആദ്യമായി കാണുന്നത് സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരാണ്. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാരൊക്കെയും സ്വേച്ഛാധിപതികളായിരുന്നു. അവരൊക്കെയും ധൂർത്തന്മാരായിരുന്നു. ദേ ലെഡ് എ ലക്ഷറിയസ് ലൈഫ്, ആഡംബര ജീവിതം നയിച്ചവരായിരുന്നു. ഇത്തരം ജീവിതങ്ങളൊക്കെയും ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ അവിടെ പരിചയപ്പെടേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഫ്രഞ്ച് സമൂഹമാണ്, ഫ്രഞ്ച് സൊസൈറ്റി. ഫ്രഞ്ച് സമൂഹത്തെ മൂന്നായി തരംതിരിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാം എസ്റ്റേറ്റിൽ നമ്മൾ കാണുക മധ്യവർഗവും അതുപോലെ തന്നെ കർഷകരും കരകൗശലക്കാരും അടങ്ങുന്നതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണത്തിൽ നമുക്ക് ഏറ്റവും അധികം മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മൂന്നാം എസ്റ്റേറ്റുകാരുടെ ഒരു അവസ്ഥയാണ്. മൂന്നാം എസ്റ്റേറ്റുകാരുടെ അവസ്ഥ എപ്രകാരം ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി എന്നൊരു ചോദ്യം നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളത് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം കാണുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകന്മാരാണ്. പ്രധാനമായും 3 ചിന്തകരെ നമ്മൾ പാഠപുസ്തകത്തിൽ പരിചയപ്പെടുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും അതിൽ ഏതെങ്കിലും ഒരു ചിന്തകനെക്കുറിച്ചോ അല്ലെങ്കിൽ 3 ചിന്തകന്മാരെക്കുറിച്ചുമൊക്കെ അവിടെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, അവരുടെ ചിന്തകളൊക്കെയും നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് നന്നായി പഠിച്ചു വയ്ക്കുക. തീർച്ചയായും നമുക്ക് അതിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് ആണ്. അവസാനമായി നമ്മൾ ആ വിപ്ലവത്തിൽ പരിശോധിക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനമാണ്. ഈ വിപ്ലവത്തെ തുടർന്ന് ലോകത്ത് എന്തൊക്കെ സ്വാധീനം ഈ വിപ്ലവത്തിന് ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒരു പ്രധാനപ്പെട്ട 2 കാര്യം നമുക്ക് അവിടെ പറയാം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചു. ഇറ്റ് എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ലെഡ് ടു ദി എമർജൻസ് ഓഫ് നാഷണലിസം. യൂറോപ്പിലെ മറ്റ് സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഭീഷണിയായി. ഇറ്റ് ത്രട്ടൺ ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഇൻ യൂറോപ്പ്. അപ്പോൾ അത്തരത്തിൽ വിപ്ലവം ലോകത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവം ചെലുത്തിയ സ്വാധീനം എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം നമുക്ക് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നത് ആണ്. ഈ അധ്യായത്തിലെ 3ാമത്തെ വിപ്ലവം ആണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം നമ്മൾ പരിശോധിക്കുമ്പോൾ റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യം, അവിടെ ഉണ്ടായിരുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതം, റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിലുണ്ടായിരുന്ന മാർക്സ്, ഏംഗൽസ് തുടങ്ങിയ ചിന്തകന്മാരുടെയൊക്കെ സ്വാധീനം, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ രൂപീകരണം ഒക്കെ നമ്മുടെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒരു പശ്ചാത്തലമായി നമുക്ക് കാണാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 വിപ്ലവങ്ങളുണ്ട്. അത് ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും ആണ്. 1917 ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് സാർ ചക്രവർത്തിയുടെ ഭരണം അവസാനിക്കുകയും ഒരു താൽക്കാലിക ഗവൺമെൻറ് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതും ഈ വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമതായി നമ്മൾ കാണുന്ന വിപ്ലവം എന്ന് പറയുന്നത് ഒക്ടോബർ വിപ്ലവമാണ്. കെരൻസ്കി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോട് അവിടെ ഉണ്ടായിരുന്ന സോവിയറ്റുകൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ലെനിൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരായി സമരങ്ങളൊക്കെയും സംഘടിപ്പിക്കപ്പെടുന്നു. 1917 ബോൾഷെവിക്കുകൾ കെരൻസ്കിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാബിനറ്റ് നിലവിൽ വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ റഷ്യൻ വിപ്ലവം അവിടെ പരിപൂർണമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ലെനിൻ അധ്യക്ഷനായി നിലവിൽ വന്ന ക്യാബിനറ്റ് സ്വീകരിച്ച നടപടികളും ഒപ്പം റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി നമുക്കവിടെ പരിചയപ്പെടാവുന്നത് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1ാമത്തെ പാഠഭാഗത്തിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട്
നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി സാമൂഹ്യശാസ്ത്രം 2 ഋതുഭേദങ്ങളും സമയവും അല്ലെങ്കിൽ സീസൺസ് ആൻഡ് ടൈം എന്ന യൂണിറ്റിലൂടെ കടന്നുപോയാലോ? ഈ യൂണിറ്റിൽ നിഷ്കർഷിക്കുന്ന പ്രധാന ആശയങ്ങളിലൊന്ന് സൂര്യൻ്റെ അയനവും ഋതുക്കളുമാണ്. ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ ആൻഡ് സീസൺസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. അതായത് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ഭൂമി ആ പരിക്രമണ വേളയിലുടനീളം അതിൻ്റെ 23 ഡിഗ്രി ചരിവ് നിലനിർത്തുന്നതുകൊണ്ട് ഭൂമിയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാലികമായി സൂര്യപ്രകാശ ലഭ്യതയിൽ മാറ്റങ്ങളുണ്ടാകുന്നു. ഈ സൂര്യപ്രകാശ ലഭ്യതയിലുള്ള മാറ്റമാണ് ഋതുക്കൾക്കുള്ള അടിസ്ഥാന കാരണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഋതുക്കൾ? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. സ്പ്രിംഗ് അല്ലെങ്കിൽ വസന്തകാലം, സമ്മർ അല്ലെങ്കിൽ ഗ്രീഷ്മകാലം, ഓട്ടം അഥവാ ഹേമന്തകാലം, വിൻ്റർ അഥവാ ശൈത്യകാലം. ഈ 4 കാലങ്ങളും ചാക്രിക ഗതിയിൽ ആവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അഥവാ അയനം, ഈ അയനം ഉണ്ടാക്കുന്ന ഋതുക്കൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മാർച്ച് മാസം 21-ാം തീയതി സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. ഈ ദിനം ഭൂമിയെ സംബന്ധിച്ച് 2 അർദ്ധഗോളങ്ങളിലും സൂര്യപ്രകാശം തുല്യമായി ലഭിക്കുന്ന ദിനമാണ്. ഈ ദിനങ്ങളെ വിഷുവം എന്നാണ് വിളിക്കാറുള്ളത്. ഇതുപോലെ മറ്റൊരു ദിനം കൂടിയുണ്ട്. സെപ്റ്റംബർ മാസം 23-ാം തീയതിയും സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരാറുണ്ട്. ആ ദിവസവും 2 അർദ്ധഗോളങ്ങളിലും തുല്യമായി സൂര്യപ്രകാശം ലഭിക്കുന്നു. രാത്രി പകലുകളുടെ ദൈർഘ്യം തുല്യമാകുന്നു. അതുകൊണ്ട് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ, ഇംഗ്ലീഷിൽ ഇതിനെ ഇക്വനോക്സസ് എന്നാണ് വിളിക്കാറ്. മാർച്ച് 21-ന് മധ്യരേഖയിൽ നിന്ന് ഉത്തരദിശയിൽ അയനം ചെയ്യുന്ന സൂര്യൻ ജൂൺ 21 ആകുമ്പോഴേക്കും ഉത്തരായന രേഖയ്ക്ക് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലേക്ക് എത്തുന്നു. അപ്പം മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ സൂര്യൻ്റെ ആനുകൂല്യം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം. ഈ കാലയളവാണ് സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം എന്ന് വിളിക്കുന്നത്. ജൂൺ 21-ന് ഉത്തരാർദ്ധഗോളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നു. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ മുകളിലാണ്. ഈ ദിനത്തെ സമ്മർ സോൾസ്റ്റൈസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് വിളിക്കുന്നത്. ജൂൺ 21-ന് ദക്ഷിണ ദിശയിലേക്ക് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23-ഓടുകൂടി വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സെപ്റ്റംബർ 23 വിഷുവമാണ്. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലയളവിൽ സൂര്യൻ ദക്ഷിണ ദിശയിലേക്ക് അയനം ചെയ്യുന്നു. ഈ കാലയളവിനെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമായി വിളിക്കുന്നു. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ചൂടേറിയ കാലമാണ് ഗ്രീഷ്മകാലം. ഭൂമധ്യരേഖയിലെത്തിയ സൂര്യൻ വീണ്ടും ദക്ഷിണ ദിശയിലേക്ക് അയനം തുടരുന്നു. സെപ്റ്റംബർ 23-ന് അയനം ആരംഭിച്ച സൂര്യൻ ഡിസംബർ 22-ഓടുകൂടി ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേരെ മുകളിലെത്തുന്നു. അപ്പോൾ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിനെ നമുക്ക് ഉത്തരാർദ്ധഗോളത്തിൽ ഓട്ടം സീസൺ അഥവാ ഹേമന്തകാലം എന്ന് വിളിക്കാം. തുടർന്ന് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള കാലയളവിനെ ശൈത്യകാലം അല്ലെങ്കിൽ വിൻ്റർ സീസൺ എന്ന് വിളിക്കാം. വിൻ്റർ സീസണിൻ്റെ സവിശേഷത നിങ്ങൾക്കറിയാം. പൊതുവെ ഉത്തരാർദ്ധഗോളത്തെ സംബന്ധിച്ച് ഏറ്റവും തണുപ്പേറിയ, താപനില ഏറ്റവും കുറയുന്ന കാലഘട്ടമാണിത്. ഇനി ഇപ്പോൾ നമ്മൾ 4 ഋതുക്കൾ ആവർത്തിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ പീരീഡ് നമ്മൾ പഠിച്ചതാണ്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ വസന്തകാലം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ സീസൺ, സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം ഓട്ടം സീസൺ അല്ലെങ്കിൽ ഹേമന്തകാലം, ഡിസംബർ മുതൽ വീണ്ടും മാർച്ച് വരെയുള്ള കാലഘട്ടം വിൻ്റർ സീസൺ അല്ലെങ്കിൽ ശൈത്യകാലം. ഈ 4 കാലങ്ങളുടെയും പാരിസ്ഥിതികമായ മാറ്റങ്ങൾ
ഈ 4 കാലങ്ങളിലെയും പാരിസ്ഥിതികമായ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഓർത്തു വയ്ക്കുക. ഈ കാലയളവ് ഓർത്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ജൂൺ 21, ഡിസംബർ 22 എന്നീ ദിനങ്ങൾ അയനാന്ത ദിനങ്ങളാണ്. ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിച്ചതുപോലെ ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. അതായത് ഉത്തരാർദ്ധഗോളത്തെ സംബന്ധിച്ച് സൂര്യൻ ഏറ്റവും അകലെ ചെല്ലുന്ന ദിനമാണ് ഡിസംബർ 22. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, വസന്തകാലം അല്ലെങ്കിൽ ഹേമന്തകാലം, ഈ 2 കാലങ്ങൾ വാസ്തവത്തിൽ ട്രാൻസിഷൻ സീസൺസ് അല്ലെങ്കിൽ പരിവർത്തന കാലങ്ങളാണ്. അതായത് വസന്തകാലം എന്നത് ശൈത്യകാലത്ത് നിന്ന് ഉഷ്ണകാലത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലവും ഹേമന്തകാലം എന്നത് ഉഷ്ണകാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലവുമാണ്. അപ്പോൾ ഈ കാലങ്ങൾ, ഇത് അനുഭവവേദ്യമാകുന്ന കാലഘട്ടം തുടങ്ങിയവ പാഠപുസ്തകത്തിൽ പട്ടികാരൂപത്തിൽ നൽകിയിട്ടുണ്ട്. ഇത് നന്നായി ഹൃദയസ്ഥമാക്കുക. ഈ അധ്യായത്തിലെ മറ്റൊരു പ്രധാന ആശയമേഖല ഭ്രമണവും സമയനിർണയവുമാണ്. ഭ്രമണം എന്നത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നതാണ്. റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭ്രമണ ദിശ എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് സൂര്യൻ കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായും നമുക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ ഏതൊരു പ്രദേശത്തു നിന്നും കിഴക്ക് ദിശയിൽ സഞ്ചരിച്ചാൽ സമയം ഏറി വരുന്നതായും പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചാൽ സമയം കുറഞ്ഞു വരുന്നതായും നമുക്ക് അനുഭവപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആശയമേഖല പ്രാദേശിക സമയം എന്നതാണ്. പണ്ട് കാലങ്ങളിൽ സമയനിർണയത്തിനായി സൂര്യൻ്റെ സ്ഥാനവും നിഴലുകളും ആണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇത്തരത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനവും നിഴലുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയം നിർണ്ണയിക്കുന്ന രീതിയെയാണ് പ്രാദേശിക സമയനിർണയം എന്ന് വിളിക്കുന്നത്. എന്നാൽ പ്രാദേശികമായ സമയനിർണയത്തിന് ചില പരിമിതികളുണ്ട്. എല്ലാ അക്ഷാംശങ്ങളിലും വ്യത്യസ്തമായ പ്രാദേശിക സമയമായിരിക്കും. സൂര്യൻ സൂര്യൻ്റെ ഉച്ചനിലയെ ആധാരമാക്കിയിട്ടാണ് പ്രാദേശിക സമയം കണക്കാക്കുക. സൂര്യൻ നേർമുകളിലെത്തുന്ന സമയത്തെ ഉച്ചയായി കണക്കാക്കിക്കൊണ്ട് മറ്റ് സമയങ്ങൾ നിർണ്ണയിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാദേശിക സമയം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് സാധ്യമല്ല. ഇവിടെ മറ്റൊരു ആശയം ഗ്രീനിച്ച് സമയം എന്നതാണ്. ലണ്ടനിലെ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശമായി പരിഗണിക്കുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീനിച്ച് രേഖാംശം എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയമെന്നും വിളിക്കുന്നു. ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ലോകത്തെവിടെയും സമയനിർണയം നടത്തുന്നത് എന്നതുകൊണ്ട് ഗ്രീനിച്ച് രേഖാംശ രേഖയെ നമ്മൾ പ്രൈം മെറിഡിയൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. മറ്റൊരാശയം സ്റ്റാൻഡേർഡ് സമയം എന്നതാണ്. പ്രാദേശിക സമയം ഫോളോ ചെയ്യുന്നതിലെ പരിമിതി നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ മധ്യത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായി പരിഗണിച്ചുകൊണ്ടാണ് സമയനിർണയം നടത്തുന്നത്. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തുടനീളം പൊതുസമയമായി പരിഗണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള സമയത്തെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം എന്ന രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് നിർണ്ണയിക്കാറുള്ളത്. ഗ്രീനിച്ച് സമയവുമായി തട്ടിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ മാനക സമയത്തിന് 5.5 മണിക്കൂർ വ്യത്യാസമുണ്ടാവും. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലായിരിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇതിലെ ആശയങ്ങളിൽ മറ്റൊരു പ്രധാന മേഖല ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നതാണ്. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നത്. ഈ വിളിപ്പേരിന് ഒരു കാരണമുണ്ട്. ഈ രേഖ മുറിച്ച് കടക്കുമ്പോൾ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം അനുഭവവേദ്യമാകുന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം അധികമായി ലഭിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലകളിൽ കൂടി
ഈ രേഖാംശ രേഖ കടന്നുപോയാൽ അത് സമയം സംബന്ധിച്ച അല്ലെങ്കിൽ ദിനങ്ങൾ സംബന്ധിച്ച ആശയക്കുഴപ്പം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഈ രേഖ ജനവാസ മേഖലകളിൽ തൊടാതിരിക്കുന്നതിന് വേണ്ടി ഡീവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വളച്ച് വരച്ചിട്ടുള്ളത് നമുക്ക് ഗ്ലോബുകളിലും ഭൂപടങ്ങളിലും നോക്കിയാൽ കാണാനാകും. ഇത്രയൊക്കെയാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയ മേഖലകൾ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. സാമൂഹ്യശാസ്ത്രം 1 വേറൊരു ഫോക്കസ് യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് ആ പാഠത്തിൻ്റെ പേര്. പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ആദ്യത്തെ ഫോക്കസ് ഏരിയയെ നമ്മൾ കാണുക പൊതുഭരണം എന്നാൽ എന്ത് എന്നുള്ള ഒരു നിർവചനമാണ്. എന്താണ് പൊതുഭരണം എന്ന് ചോദിച്ചാൽ, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ is the effective utilization of men and materials for the implementation of existing laws, governmental policies, programs and developmental projects. അപ്പോൾ നിർവചനം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമായി നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ കാണുന്നതാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. പ്രധാനമായും 4 കാര്യങ്ങൾ നിങ്ങൾക്ക് പാഠപുസ്തകത്തിലൂടെ പരിചയപ്പെടാൻ കഴിയും. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ കാണുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പാഠഭാഗത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ മാത്രമാണ് നമുക്ക് ഫോക്കസ് ഏരിയയ്ക്കകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ 5 പ്രധാനപ്പെട്ട സവിശേഷതകൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതിയാകും. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട സവിശേഷതകൾ? 1. സംഘാടനം, ശ്രേണീപരമായ സംഘാടനം, ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ. 2. സ്ഥിരത അഥവാ പെർമനൻസ്. 3. യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള നിയമനം, അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. 4. രാഷ്ട്രീയ നിഷ്പക്ഷത അഥവാ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. 5. വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം. ഈ 5 സവിശേഷതകളാണ് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ആ പാഠഭാഗത്തിലെ ഒരു ഫോക്കസ് ഏരിയയാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് കീഴിലും സംസ്ഥാന ഗവൺമെൻറ് കീഴിലും പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിലും പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും സിവിൽ സർവീസിൻ്റെ ഭാഗമാണ് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആണ്. സിവിൽ സർവീസിൻ്റെ ഘടന നമ്മൾ പരിശോധിച്ചാൽ 3 തലങ്ങൾ അഥവാ തട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കീഴിലുള്ള വകുപ്പുകളിൽ നിയമിക്കപ്പെടുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗം അടങ്ങുന്നതാണ് അഖിലേന്ത്യാ സർവീസ്. IASകാരും IPSകാരും ഒക്കെ അതിന് ഉദാഹരണമായി നമുക്ക് കാണാവുന്നതാണ്. കേന്ദ്ര സർവീസ് എടുക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അഖിലേന്ത്യാ തലത്തിൽ തന്നെയാണ്. എന്നാൽ നിയമിക്കപ്പെടുന്നതിൽ ഒരു വ്യത്യാസം നമുക്കവിടെ കാണാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ അവരെ നിയമിക്കുന്നുള്ളൂ. ഉദാഹരണമായി നമുക്ക് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേ സർവീസ് നമുക്കവിടെ പറയാം. 3 നമ്മൾ കാണുന്നത് സംസ്ഥാന സർവീസാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും സംസ്ഥാന സർവീസിലേക്ക് വരിക. ഞങ്ങൾ അധ്യാപകർ സംസ്ഥാന സർവീസിന് ഉദാഹരണമായി നമുക്ക് കാണാവുന്നത് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. 1, ഈ 2 സ്ഥാപനങ്ങളിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന സർവീസിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടേക്കുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക സംസ്ഥാന
PSCകൾ അഥവാ പബ്ലിക് സർവീസ് കമ്മീഷനുകളാണ്. ഈ 2 സ്ഥാപനങ്ങളെ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ 2 സ്ഥാപനങ്ങളും നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇ ഗവേണൻസ് ആണ്. ഭരണരംഗത്തെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. ഇ ഗവേണൻസിന് 2 ഉദാഹരണങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ഒന്ന്, ഏകജാലക സംവിധാനത്തിലൂടെയുള്ള ഓൺലൈൻ അഡ്മിഷൻ. രണ്ടാമത്തേത്, നിങ്ങൾ ഓരോരുത്തരും അപേക്ഷിക്കുന്ന വിവിധ സ്കോളർഷിപ്പുകൾ. ഇതെല്ലാം ഇ ഗവേണൻസ് സംവിധാനത്തിന് ഉദാഹരണമായി നമുക്കവിടെ കാണാവുന്നതാണ്. ഒപ്പം നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഇ ഗവേണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. ഇതും ആ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. സോഷ്യൽ സയൻസ് 2-ൽ ഉൾപ്പെട്ട എക്കണോമിക്സിലെ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന യൂണിറ്റാണ് അടുത്തത്. ഇതിലെ പ്രധാന ആശയമേഖലകൾ: 1, മാനവ വിഭവം. എന്താണ് മാനവ വിഭവം എന്നറിയണം. രാജ്യത്ത് ഉൽപ്പാദന മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യ അധ്വാന ശേഷിയാണ് മാനവ വിഭവം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ പോപ്പുലേഷൻ ഹാവിങ് മാൻ പവർ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ സെക്ടർ. അപ്പോൾ രാജ്യത്ത് മാനവ വിഭവം വികസിപ്പിക്കേണ്ടത് രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. അതിനായി വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, ആരോഗ്യപരിപാലനം തുടങ്ങിയവയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ നൈപുണികൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ തലങ്ങളിലാണ് മാനവ വിഭവശേഷി വികസനം നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. 1, നമ്മൾ വ്യക്തിഗതമായി സ്വയം നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മുടെ കുടുംബം അല്ലെങ്കിൽ ഫാമിലി അതിനുവേണ്ട പിന്തുണകൾ നൽകാറുണ്ട്. നമുക്ക് ചുറ്റുപാടുമുള്ള വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ഇത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. സോ നാഷൻ പ്രൊവൈഡ്സ് സപ്പോർട്ട്സ് ഫോർ ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽസ്. ഇനി മാനവ വിഭവം, അതിൻ്റെ ഗുണപരമായ സവിശേഷതകൾ. മാനവ വിഭവത്തെ സംബന്ധിച്ച് 2 മേഖലകളാണ് ഗുണപരമായ സവിശേഷതകളിൽ പ്രധാനമായും ഉൾപ്പെടുക. 1, വിദ്യാഭ്യാസം. 2, ആരോഗ്യ സേവനങ്ങൾ. അതിനു മുമ്പായി മാനവ വിഭവ വികസനം, അതിൻ്റെ മേന്മകൾ എന്തെല്ലാമെന്ന് നോക്കാം. 1, സാമ്പത്തിക അന്തരം കുറയ്ക്കാനാകും. മാനവ വിഭവശേഷി വികസനത്തിലൂടെ എക്കണോമിക് ഡിസ്പാരിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക അന്തരം കുറയ്ക്കാനാവും. നമ്മുടെ വിഭവങ്ങളെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയും. ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് പോസിബിൾ ത്രൂ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. 3-ാമത്തെ കാര്യം, ആധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും, ടു ഡെവലപ്പ് ആൻഡ് യൂസ് മോഡേൺ ടെക്നോളജി. 4, സാമൂഹ്യക്ഷേമം നടപ്പിലാകും എന്നുള്ളതാണ്. സോഷ്യൽ വെൽഫെയർ ക്യാൻ ബി എൻഷുവേർഡ്. സംരംഭകത്വം അല്ലെങ്കിൽ ഓണർപ്രണർഷിപ്പ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഇൻ ദ കൺട്രി ത്രൂ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഫൈനലി, ദ ലേബർ പ്രൊഡക്ടിവിറ്റി ക്യാൻ ഓൾസോ ബി ഇൻക്രീസ്. രാജ്യത്ത് ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിലൂടെ കഴിയും. ഇതൊക്കെയാണ് മാനവ വിഭവ വികസനത്തിൻ്റെ മേന്മകൾ. ഇനി വിദ്യാഭ്യാസം എങ്ങനെയാണ് രാജ്യത്ത് മാനവ വിഭവ വികസനത്തിന് സഹായിക്കുന്നതെന്ന് നോക്കാം. വിദ്യാഭ്യാസം രാജ്യത്തെ ജനങ്ങളിൽ നൈപുണികൾ അല്ലെങ്കിൽ ശേഷികൾ വികസിപ്പിക്കുന്നതിന് സഹായിക്കും. ശേഷികൾ വികസിക്കുമ്പോഴോ മികച്ച സാങ്കേതിക ജ്ഞാനം കൈവരിക്കാനാകും. മികച്ച സാങ്കേതിക ജ്ഞാനം കൈവരുന്നതോടുകൂടി മികച്ച തൊഴിലും അതിലൂടെ മെച്ചപ്പെട്ട വരുമാനവും സ്വായത്തമാക്കാൻ കഴിയും. അങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടും. ഉയർന്ന ജീവിത നിലവാരം ഉള്ള പൗരന്മാരാണ്, അല്ലെങ്കിൽ രാജ്യത്ത് ജീവിത നിലവാരം ഉയരുമ്പോൾ രാജ്യത്ത് മാനവശേഷി വികസനം സാധ്യമായി എന്ന് നമുക്ക് പറയാനാകും. അതിനാൽ വിദഗ്ധർ പറയുന്നത് 6% കണ്ട് നമ്മുടെ ദേശീയ വരുമാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ
വിനിയോഗിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ അത് സാധ്യമാകാറില്ല. ആ കുറവ് വിദ്യാഭ്യാസ മേഖലയിലെ അപര്യാപ്തതകൾക്ക് കാരണമായി തുടരുന്നുണ്ട്. എന്താണ് സാക്ഷരതാ നിരക്ക്? രാജ്യത്തെ ജനങ്ങളിൽ എത്ര ശതമാനം പേർക്ക് ആശയം ഗ്രഹിച്ചുകൊണ്ട് എഴുത്തും വായനയും വശമുണ്ട് എന്നതിനെയാണ് സാക്ഷരതാ നിരക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഇന്ത്യയിൽ വിദ്യാഭ്യാസവും നൈപുണ്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ പരിചയപ്പെടാം. അതിൽ 4 പദ്ധതികളാണ്. 1 ICDS, 2 SSA, 3 RUSA, 4 നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം NSDMRS. അതിൽ ICDS അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, സമഗ്ര വികസനമാണ്. അതോടൊപ്പം തന്നെ ഗർഭിണികളായ സ്ത്രീകളുടെയും പാലൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യപരിപാലനവും ICDSൻ്റെ ചുമതലകളിൽ പെടുന്നു. SSA സമഗ്ര ശിക്ഷ അഭിയാൻ, അതായത് നേരത്തെ നിലനിന്നിരുന്ന സർവശിക്ഷ അഭിയാനും RMSA അഥവാ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും ചേർന്ന് രൂപപ്പെടുത്തിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഹയർ സെക്കൻഡറി തലം വരെ ഉള്ള വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നതാണ്. ടു യൂണിവേഴ്സലൈസ് എഡ്യൂക്കേഷൻ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. രണ്ടാമത്തേത് രാജ്യത്ത് തൊഴിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ തുല്യതയും സമത്വവും രാജ്യത്ത് ഉറപ്പിക്കുക എന്നതുകൂടി സമഗ്ര ശിക്ഷ അഭിയാൻ്റെ ലക്ഷ്യങ്ങളാണ്. അതോടൊപ്പം അധ്യാപക പരിശീലന സ്ഥാപനങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ നൽകലും സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ഇനി രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ RUSA. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസ മേഖല നവീകരിക്കുകയും എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രാപ്യത ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. RUSAയുടെ പ്രധാന ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസ മേഖല എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നതാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് യുവാക്കളിൽ നൈപുണ്യം വളർത്തുക, അതായത് രാജ്യത്തെ ഉൽപ്പാദന മേഖലയിൽ ആവശ്യമായ നൈപുണികൾ ഉള്ള ജനങ്ങൾ ആവശ്യത്തിന് ഉണ്ട് എന്ന ഉറപ്പുവരുത്തലാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിനായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ തുടങ്ങി യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വരെ ഏത് സ്ഥാപനത്തെയും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തി പഠിക്കാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ എടുത്തു പറയാവുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി അംഗീകരിച്ചിട്ടുണ്ട്. 2, 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഇതിന് പ്രകാരം എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞുവെന്നുള്ളതാണ്. എങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ബാക്കിയാവുന്നു. ഒന്ന്, ഡ്രോപ്പ് ഔട്ട്സ് അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്കാണ്. അതായത് 1-ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. 2, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത. മറ്റൊരു പ്രധാന പ്രശ്നം, ഇനിയും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് യെറ്റ് ടു ബി ഇംപ്രൂവ്ഡ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പോരായ്മയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. അടുത്ത പ്രധാന ആശയമേഖല ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനവും മാനവ വിഭവശേഷി വികസനവും. ആദ്യമായി നമുക്ക് ആരോഗ്യം എന്നതിന് ലോകാരോഗ്യ സംഘടന നൽകുന്ന നിർവചനം മനസ്സിലാക്കാം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതായത് ആരോഗ്യമെന്നത് ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണ്. ഇതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഓൺലി എ ഹെൽത്തി പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആരോഗ്യമുള്ള പൗരന്മാർക്ക് മാത്രമേ സാമ്പത്തിക വികസനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിൽ സംഭാവന ചെയ്യാൻ ആകൂ. എങ്ങനെയാണ് ആരോഗ്യമുള്ള
ജനത രാജ്യത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളാവുന്നത് എന്ന് നോക്കാം. ആരോഗ്യം മെച്ചപ്പെടുന്നതോടുകൂടി തൊഴിൽ കാര്യക്ഷമത വർദ്ധിക്കുന്നു, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, പ്രകൃതി വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്നു, ചികിത്സാ രംഗത്തെ ചെലവുകൾ കുറയ്ക്കാനാകുന്നു, ഈ പണം മറ്റ് വികസന മേഖലകളിലേക്ക് ചെലവിടാൻ സർക്കാരിന് കഴിയുകയും ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപ്പാദനം മെച്ചപ്പെടുന്നത് വഴി സാമ്പത്തിക വികസനം രാജ്യത്ത് സാധ്യമാകുന്നു. ഇങ്ങനെയാണ് ആരോഗ്യം ഉള്ള ജനത രാജ്യത്ത് വികസനത്തിന് മുതൽക്കൂട്ടാകുന്നത്. വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ടു ഇംപ്രൂവ് ഹെൽത്ത് കെയർ? രാജ്യത്ത് ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്തുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്? നിങ്ങൾക്കറിയാം, പോഷകാഹാരം, കുടിവെള്ളം, പ്രതിരോധ ചികിത്സാ നടപടികൾ, ശുചിത്വം, വൈദ്യസേവനങ്ങൾ, വിശ്രമം, ആരോഗ്യകരമായ പരിസ്ഥിതി തുടങ്ങിയ കാര്യങ്ങൾ രാജ്യത്ത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ പരിപാലനത്തിന്. ആരോഗ്യ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രധാന സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം. മെഡിക്കൽ കോളേജുകളിൽ തുടങ്ങി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ നീളുന്ന നിരവധി സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. മെഡിക്കൽ കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഹെൽത്ത് സബ് സെൻറ്റേഴ്സ് തുടങ്ങിയ ഏത് സ്ഥാപനത്തെയും നിങ്ങൾക്ക് ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താം. രാജ്യത്ത് നിരവധിയായ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി, യോഗ തുടങ്ങിയ ചികിത്സാ രീതികളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊരു പ്രധാന മേഖല NRHM, NUHM എന്ന് പറയുന്ന 2 പദ്ധതികളാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആൻഡ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ടു എൻഷ്യൂർ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്, ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ഗ്രാമത്തെ ലക്ഷ്യം വെച്ചിരിക്കുമ്പോൾ, രണ്ടാമത്തേത് നഗരമേഖലകളിലെ പ്രത്യേകിച്ച് സ്ലം ഡ്വല്ലേഴ്സ് അല്ലെങ്കിൽ ചേരി നിവാസികളുടെയും മറ്റ് പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ആരോഗ്യ പരിപാലന രംഗത്ത് ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന് ഓർക്കുക. അവസാനമായി, നമ്മൾ രാജ്യത്തെ ആരോഗ്യസ്ഥിതി അതിൻ്റെ മാനദണ്ഡമായി കണക്കാക്കുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യത്തെയാണ്. ഒരു എക്സ്പെക്റ്റഡ് ഏജ് അപ് ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലീവ്സ് ഇൻ എ കൺട്രി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് നിലവിലെ സ്ഥിതിയിൽ രാജ്യത്ത് എത്ര വയസ്സുവരെ ഒരാൾക്ക് ജീവിച്ചിരിക്കാനാകും എന്നതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം. ഇന്ത്യയിലെ നിലവിലെ ആയുർദൈർഘ്യം 61.1 വയസ്സാണ്. അതിലാകട്ടെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണ്. 67.7 വയസ്സും പുരുഷന്മാരുടേത് 64.6 വയസ്സും ആണ്. ഇത്രയൊക്കെയാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയ മേഖലകൾ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് സാമൂഹ്യശാസ്ത്രം 1 ഫോക്കസ് യൂണിറ്റായ സമരവും സ്വാതന്ത്ര്യവും പരിചയപ്പെടാം. ഏതൊക്കെയാണ് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകൾ എന്ന് ആദ്യം നോക്കാം. ഒന്ന്, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി. രണ്ടാമത്തേത്, നിസ്സഹകരണവും ഖിലാഫത്ത് പ്രസ്ഥാനവും, നോൺ കോഓപ്പറേഷൻ ആൻഡ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. 3, പൂർണ്ണ സ്വരാജ്യം സിവിൽ നിയമ ലംഘനവും, പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസ്ഒബീഡിയൻസ്. 4, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ദ ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ. അവസാനത്തതായി സുഭാഷ് ചന്ദ്രബോസ്. ഓരോ ആശയങ്ങളായി നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളായി നമ്മൾ കാണുക 3 പ്രധാനപ്പെട്ട സമരങ്ങൾ. ചമ്പാരനിലെ നീലം കർഷകർ 1917 ബീഹാറിൽ നടത്തിയ സമരം. ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന സ്ഥലത്തിലെ തുണിമിൽ തൊഴിലാളികൾ 1918 നടത്തിയ സമരം. ഖേഡയിലെ കർഷകർ, ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഖേഡ ജില്ലയിലെ കർഷകർ 1918 നടത്തിയ സമരം.
ഈ 3 സമരങ്ങളാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളായി നമ്മൾ പാഠപുസ്തകത്തിൽ പരിചയപ്പെടുക. ഒപ്പം അതിനോട് ചേർത്ത് നിങ്ങൾ കാണുന്നതാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. അതും നമ്മൾ നന്നായി വായിച്ച് വെക്കേണ്ടത് ഉണ്ട്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ നമ്മളവിടെ കാണുക ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. നോൺ കോഓപ്പറേഷൻ ആൻഡ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകളാണ്. നമുക്കറിയാം, എല്ലാത്തരം കാര്യങ്ങളോടും നിസ്സഹകരിക്കുക അഥവാ ബോയ്ക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകതയെ നമ്മൾ കാണുക. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ബ്രിട്ടീഷുകാർ നൽകിയ ബ്രിട്ടീഷ് പുരസ്കാരങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുക, വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, കോടതികൾ ബഹിഷ്കരിക്കുക. ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഈ സമരത്തിൻ്റെ പ്രത്യേകതകളായി നമുക്ക് കാണാവുന്നത് ആണ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കാണുന്നതാണ് ഇത്തരം സമരങ്ങൾ, ഗാന്ധിജിയുടെ ഈ ആഹ്വാനം അനുസരിച്ച് ഈ സമരങ്ങളെ ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അവയും നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുമല്ലോ. കൂടാതെ ഒരു കാര്യം കൂടി നമുക്ക് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ട്. എല്ലാത്തരം വസ്തുക്കളെയും നമ്മൾ ബഹിഷ്കരിക്കുന്നു. ബദലെന്ത് എന്നുള്ളത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിജി പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗാന്ധിജി ഈ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുക, ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക. ഇവയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് കാണാവുന്നത് ആണ്. ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തോടൊപ്പം പ്രധാനപ്പെട്ടതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ വലിയ ഇടപെടലുകൾ നമുക്ക് കാണാം. അത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായി ഇന്ത്യയിൽ നമ്മൾ കാണുക. അതുപോലെ മറ്റൊന്നാണ് ചൗരി ചൗര സംഭവം. ഗാന്ധിജി തൻ്റെ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഇടയായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ അക്രമാസക്തരായ സമരക്കാർ പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. ഇത് ഗാന്ധിജിയിൽ വലിയ വിഷമം ഉണ്ടാക്കി. അതിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പാഠത്തിൽ മറ്റൊരു ആശയമായി നമ്മൾ കാണുക പൂർണ്ണ സ്വരാജ്യം സിവിൽ നിയമലംഘനവും ആണ്. പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസ്ഒബീഡിയൻസ്. പൂർണ്ണ സ്വരാജ് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1929 ലാഹോർ സമ്മേളനം ആണ്. 29 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി നമ്മൾ കാണുന്നത് അറ്റൈൻ പൂർണ്ണ സ്വരാജ് ഓർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പരിപൂർണ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതും, 2 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി സമരായുധമായി തിരഞ്ഞെടുത്തത് ഉപ്പിനെയാണ് എന്ന് നമ്മൾ പാഠപുസ്തകത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ കാണുന്ന ഒരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ദേശീയ സമരം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത് ആണ്. 3 കാരണങ്ങൾ നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കാണാൻ സാധിക്കും. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ കാണിച്ച വൈമനസ്യം, റിലക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, പബ്ലിക് ഡിസ്ഗസ്റ്റ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ,
രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ, ദ അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. ഇവ മൂന്നും ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാരണങ്ങളായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളുടെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ഒരു ചോദ്യം ചോദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ഫോക്കസ് ഏരിയയായി നമ്മൾ കാണുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പങ്കാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പങ്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഗാന്ധിയൻ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങൾ വെച്ച് പുലർത്തിയ വ്യക്തികളിൽ ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിക്കുകയും ഫോർവേഡ് ബ്ലോക്ക് പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ്, ആൻ ഇൻറ്റീരിയം ഗവൺമെൻറ് സിംഗപ്പൂരിൽ രൂപീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിക്കുന്നതും സുഭാഷ് ചന്ദ്രബോസാണ്. അതിൻ്റെ തലപ്പത്ത് എത്തിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് എന്നും നമ്മുടെ പാഠപുസ്തകത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം ഇന്ത്യൻ നാഷണൽ ആർമി ഇംഫാലിൽ ഒരു ദേശീയ പതാക ഉയർത്തിയതും എല്ലാം സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആണ്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ 6 സ്കോറിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠഭാഗമാണ് ഇത്. അതുപോലെ തന്നെ 1 സ്കോറിൻ്റെയും 4 സ്കോറിൻ്റെയും ചോദ്യങ്ങളുമൊക്കെ ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഫോക്കസ് ഏരിയകളൊക്കെയും നിങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നന്നായി പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ഭൂമിശാസ്ത്രത്തിലെ അധ്യായമാണ് അടുത്തത്. ഇതിലെ ആദ്യ ഫോക്കസ് മേഖല ഹിമവൽ ഭൂവിൽ അല്ലെങ്കിൽ ഇൻ ദ ഹിമാലയാസ് എന്നതാണ്. നിങ്ങൾക്കറിയാം, ഇതിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചാണ്, ദ നോർത്തേൺ മൗണ്ടൻസ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ നോർത്ത് വെസ്റ്റ് ഓഫ് കാശ്മീർ അപ് ടു ദ ഈസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ. കാശ്മീരിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് തുടങ്ങി ഇന്ത്യയുടെ കിഴക്കേ അറ്റം വരെ വ്യാപിച്ചിരിക്കുന്ന നിരവധി മലമടക്കുകളുള്ള ഒരു മേഖലയാണ് ഉത്തര പർവ്വത മേഖല. ഉത്തര പർവ്വത മേഖലയെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കാം. വൺ, ദ ട്രാൻസ് ഹിമാലയാസ്, ദെൻ ദ ഹിമാലയാസ് ആൻഡ് ദ ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നീ 3 വിഭാഗങ്ങൾ. അതിലാദ്യം ട്രാൻസ് ഹിമാലയത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട 2-3 വസ്തുതകൾ. ട്രാൻസ് ഹിമാലയം എന്നത് 3 സമാന്തര നിരകൾ ചേർന്നതാണ്. ഒന്ന് കാരക്കോറം, 2 ലഡാക്ക്, 3 സസ്കാർ. അതിൽ കാരക്കോറം പർവ്വതനിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഈ ട്രാൻസ് ഹിമാലയത്തിന് പൊതുവെ ഏതാണ്ട് 6000 കിലോമീറ്ററാണ് ശരാശരി ഉയരം. ഇനി ഹിമാലയ പർവ്വതത്തിലേക്ക് വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം. വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ ഉള്ള ഈ പർവ്വതനിര ഏതാണ്ട് 2400 കിലോമീറ്റർ വ്യാപിച്ചിരിക്കുന്നു. വീതിയാകട്ടെ പടിഞ്ഞാറൻ മേഖലകളിൽ 400 കിലോമീറ്ററും കിഴക്കോട്ട് പോകുമ്പോൾ ഇതിൻ്റെ നിരകൾ പലതും അപ്രത്യക്ഷമായി 150 കിലോമീറ്റർ വരെ, അതായത് 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഹിമാലയ പർവ്വത പ്രദേശത്തിൻ്റെ വീതി. ഇതിൽ ഉൾപ്പെട്ട 3 സമാന്തര പർവ്വതനിരകൾ, 1 ഹിമാദ്രി, 2 ഹിമാചൽ, 3 ശിവാലിക്സ്. ഈ 3 നിലകളുടെയും സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിമാദ്രിയാണ് ഇതിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ശരാശരി ഉയരം 6000 മീറ്റർ. ഇന്ത്യയിലെ പ്രധാന നദികളായ ഗംഗ, യമുന തുടങ്ങിയ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഹിമാദ്രി. 8000 മീറ്ററിലേറെ ഉയരമുള്ള, അതായത് ഏറ്റവും വലിയ കൊടുമുടികളെ ഉൾക്കൊള്ളുന്നതാണ് ഹിമാദ്രി നിര. ഇനി ഹിമാചൽ നിരയിലേക്ക് വരുമ്പോൾ
ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലുള്ള പർവ്വതനിരയാണ്. ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത, നമ്മുടെ ഹിമാലയ പർവ്വത മേഖലയിലെ സുഖവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്നത്, മലയോര സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ നിരയിലാണ്. ശരാശരി ഉയരം 3000 മീറ്ററുമാണ്. ഏറ്റവും തെക്കുള്ള കുന്നിൻ നിരകളെ നമ്മൾ സിവാലിക്സ് എന്ന് വിളിക്കുന്നു. ശരാശരി ഉയരം 1220 മീറ്ററാണ്. പലപ്പോഴും ശിവാലിക് നിരകളുടെ തുടർച്ച നഷ്ടപ്പെടും വിധം ഹിമാലയൻ നദികൾ ഈ ഭാഗത്തുകൂടി മുറിച്ച് കടക്കുന്നത് നമുക്ക് കാണാനാകും. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത്തരം താഴ്വരകളെ ഇവിടെ ഡൂണുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇനി കിഴക്കൻ മലനിരകളിലേക്ക് പോകാം. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഖാസി, ജയന്തിയ, ഗാരോ, നാഗ, മീസോ, പത്കായിബം എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഒരു കൂട്ടം കുന്നുകൾ നിങ്ങൾക്ക് ഭൂപടങ്ങളിൽ ദൃശ്യമാകും. ഇതിനെയാണ് കിഴക്കൻ മലനിരകൾ എന്ന് വിളിക്കുന്നത്. ഹിമാലയത്തിൻ്റെ തുടർച്ചയെന്നോണം ഈ ഭാഗത്തുള്ള ഈ മലമടക്കുകൾക്ക് കാലാവസ്ഥയിൽ ഏറെ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഈ ഖാസി പർവ്വത നിരയുടെ ചരിവിലാണ് എന്നതാണ് പ്രത്യേകത. ഈ പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം 500 മുതൽ 3000 മീറ്റർ വരെയുമാണ്. ഇനി ഹിമാലയ പർവ്വത മേഖലയിൽ ഉടനീളം കാണുന്ന മണ്ണിനം പർവ്വത മണ്ണ്. മറ്റൊരാശയം ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം, നോർത്തേൺ മൗണ്ടൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ തന്നെ പറയാം. പണ്ട് മുതൽക്ക് തന്നെ ഇന്ത്യയിലേക്കുള്ള വൈദേശിക കടന്നാക്രമണത്തെ ചെറുത്തിരുന്ന ഒരു നാച്ചുറൽ ബാരിയർ, പ്രകൃതി കെട്ടിയ കോട്ട പോലെയാണ് ഹിമാലയം. അപ്പോൾ വൈദേശിക കടന്നാക്രമണത്തിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നു. 2, കാലാവസ്ഥയിൽ ഗണ്യമായ സ്വാധീനമുണ്ട് ഉത്തരപർവ്വത മേഖലയ്ക്ക്. മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഉത്തര സമതല പ്രദേശങ്ങളിലെല്ലാം മഴ എത്തിക്കുന്നതും വടക്ക് നിന്നുള്ള ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നതും ഹിമാലയ പർവ്വതമാണ്. വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഹിമാലയ പർവ്വത മേഖല. മറ്റൊരു പ്രധാന വസ്തുത, വടക്കേ ഇന്ത്യയിലെ പ്രധാന നദീവ്യൂഹങ്ങളെല്ലാം ഉത്ഭവിച്ചൊഴുകുന്നത് ഹിമാലയ പർവ്വത പ്രദേശത്തു നിന്നാണ്. അങ്ങനെ ഇന്ത്യയുടെ ജനജീവിതത്തിൽ ഹിമാലയ പർവ്വത മേഖലയ്ക്ക് നിർണായകമായ സ്വാധീനം തന്നെയുണ്ട്. അടുത്ത പ്രധാന ആശയം ഹിമാലയൻ നദികളാണ്. അതായത് ഹിമാലയത്തിലെ ഹിമാനികളിൽ ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന വലുതും ചെറുതുമായ എല്ലാ നദികളെയും നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നു. 3 പ്രധാനപ്പെട്ട ഹിമാലയൻ നദീവ്യൂഹങ്ങൾ നിങ്ങൾക്കറിയാം. സിന്ധു നദി, അതിൻ്റെ പോഷക നദികൾ; ഗംഗാ നദി, അതിൻ്റെ പോഷക നദികൾ; ബ്രഹ്മപുത്ര നദി, അതിൻ്റെ പോഷക നദികൾ. ഈ 3 നദികളുടെയും ചില സവിശേഷതകൾ നിങ്ങൾ ഹൃദിസ്ഥമാക്കി വയ്ക്കേണ്ടതുണ്ട്. പാഠപുസ്തകത്തിൽ 118-ാം പേജിൽ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ഇതിൽ നദികൾ, ഈ നദികളുടെ ഉത്ഭവസ്ഥാനം, ഈ നദികളുടെ നീളം, ഈ നദികളുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ, അതൊഴുകിപ്പോകുന്ന സംസ്ഥാനങ്ങൾ, ഒഴുകിച്ചേരുന്ന കടൽ എന്നിവ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം ഈ നദികളെ ഭൂപടത്തിൽ രേഖപ്പെടുത്തി പഠിക്കുക. ഭൂപട ചോദ്യം നിർബന്ധമായും ചോദ്യപേപ്പറുകളിൽ ഉണ്ടാവുന്നതാണ്. അടുത്ത പ്രധാന മേഖല ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശാലമായ ഭൂപ്രകൃതി വിഭാഗം, ഏതാണ്ട് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏറ്റവും പഴക്കം ചെന്നത്, ഏറ്റവും വിസ്തൃതമായത്, ഏറ്റവും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായത് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിക്ക് നൽകാം. ധാതുക്കളുടെ കലവറ എന്ന വിശേഷണവും ഉപദ്വീപീയ പീഠഭൂമിക്കുണ്ട്. ഈ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിൽ പശ്ചിമഘട്ടത്തിലുള്ള ആനമുടിയാണ്. 2695 മീറ്റർ ഉയരമുള്ള ആനമുടിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പർവ്വതങ്ങളും കുന്നുകളും താഴ്വരകളും പീഠപ്രദേശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലുള്ളത്. ഇവിടുത്തെ പ്രധാന സസ്യജാലം ഇലപൊഴിയും കാടുകളാണ്. മൺസൂണിൻ്റെ മാതൃകാ സസ്യജാലമായ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ.
മണ്ണിനങ്ങളാകട്ടെ പ്രധാനമായും കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നിവയാണ്. കറുത്ത മണ്ണ് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ചു രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. പരുത്തി കൃഷി, കരിമ്പ് കൃഷി തുടങ്ങിയവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണിത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഇതിനെ 9 മേഖലകളായി തിരിക്കാം. അതായത് പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാപർവ്വതം, സാത്പുര പർവ്വതം, ആരവല്ലി പർവ്വതം എന്നീ പർവ്വതനിരകൾ. കൂടാതെ ഡെക്കാൻ പീഠഭൂമി, മാൽവ പീഠഭൂമി, ഛോട്ടാനാഗ്പൂർ പീഠഭൂമി എന്നീ പീഠപ്രദേശങ്ങൾ. കൂടാതെ ഗുജറാത്ത് മേഖലയിലെ കച്ച്, കത്തിയാവാർ എന്നീ ചതുപ്പ് പ്രദേശങ്ങൾ. ഈ 9 മേഖലകളും പാഠപുസ്തകത്തിലെ ഭൂപടം നോക്കി അടയാളപ്പെടുത്തി പഠിക്കുക. ഇനി ഉപദ്വീപീയ നദികളിലേക്കാണ്. ഹിമാലയൻ നദികളെ പറഞ്ഞ പോലെ ഉപദ്വീപീയ നദികൾക്കും ചില സവിശേഷതകളുണ്ട്. അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ നീളം, ഒഴുകിപ്പോകുന്ന സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട പോഷക നദികൾ. ഒരുപാട് പോഷക നദികൾ ഉണ്ടെങ്കിലും 2 വീതം പോഷക നദികൾ നിങ്ങൾക്ക് പഠിക്കുന്നതിനായി പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ചെന്നു ചേരുന്ന കടൽ. ഇതിൽ 6 നദികളാണുള്ളത്. അതിൽ 4 എണ്ണം മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ 4 നദികൾ ബംഗാൾ ഉൾക്കടലിലും നർമ്മദ, താപ്തി എന്നീ 2 നദികൾ അറബിക്കടലിലും പതിക്കുന്നതായി കാണാം. ഈ നദികളുടെ ഉത്ഭവപ്രദേശം, ദൈർഘ്യം, ഒഴുകിപ്പോകുന്ന സംസ്ഥാനങ്ങൾ, പോഷക നദികൾ എന്നിവ ഒന്നുകൂടി നിങ്ങൾ പഠിക്കുമല്ലോ. ഉപദ്വീപീയ നദികളെയും ഭൂപടത്തിൽ യഥാസ്ഥാനത്ത് അടയാളപ്പെടുത്തി പഠിക്കുക. ഭൂപട ചോദ്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് സഹായകമാകും. ഇനി മറ്റൊരു ആശയമേഖല ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള താരതമ്യമാണ്. ഉത്ഭവപ്രദേശം, വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത, താഴ്വരയുടെ സ്വഭാവം, ജലസേചന ശേഷി, ജലഗതാഗത ശേഷി തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ നമുക്ക് നദികളെ താരതമ്യം ചെയ്യാം. ഹിമാലയൻ നദികൾ ഹിമാലയത്തിലെ മഞ്ഞുരുകിയാണ് രൂപപ്പെടുന്നതെങ്കിൽ ഉപദ്വീപീയ നദികൾ പീഠഭൂമിയിലെ ഉയർന്ന മലനിരകളിലാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയൻ നദികൾക്ക് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ കാച്ച്മെൻറ്റ് ഏരിയയാണുള്ളതെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉത്ഭവിക്കുന്ന നദികളുടെ വൃഷ്ടിപ്രദേശം താരതമ്യേന ചെറുതാണ്. ഹിമാലയൻ നദികൾക്ക് അപരദന തീവ്രത കൂടുതലും ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത കുറവുമാണ്. കാരണം ഉപദ്വീപിലെ ശിലകൾ കഠിനശിലകളാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഹിമാലയൻ നദികളുടെ ജലസേചന ശേഷി കൂടുതലാണ്, താരതമ്യേന ജലസേചന ശേഷി കുറവാണ് ഉപദ്വീപീയ നദികൾക്ക്. സമതല പ്രദേശങ്ങളിലെത്തിയാൽ ഹിമാലയൻ നദികൾ കൂടുതൽ ജലഗതാഗത യോഗ്യമാണ്. എങ്കിലും ഉപദ്വീപീയ നദികൾക്ക് ജലഗതാഗത സാധ്യത വളരെ കുറവാണ്. കാരണം നിരപ്പായ പ്രകൃതിയിലൂടെ അല്ല ഉപദ്വീപീയ നദികൾ ഒഴുകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആശയമേഖല പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും തമ്മിലുള്ള താരതമ്യമാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിലാണ് കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വ്യാപ്തിയാകട്ടെ പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയും, എന്നാൽ കിഴക്കൻ തീരസമതലം സുന്ദരവനം ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെയും. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. ഈ സമതലത്തെ പടിഞ്ഞാറൻ തീരസമതലത്തെ ഗുജറാത്ത് സമതലം, കൊങ്കൺ സമതലം, മലബാർ സമതലം എന്നിങ്ങനെ 3ആയി തിരിക്കാം. കിഴക്കൻ തീരസമതലത്തെ ആകട്ടെ കൊറമാണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർ സമതലമെന്നും തരംതിരിക്കാൻ കഴിയും. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതയാണ് കായലുകളും അടിമുഖങ്ങളും. അതുപോലെ കിഴക്കൻ തീരസമതലത്തിൻ്റെ സവിശേഷതയാണ് ഡെൽറ്റകൾ. അപ്പോൾ ഇത്തരം വസ്തുതകൾ ചേർത്ത് ഈ 2 തീരസമതല പ്രദേശങ്ങളെയും താരതമ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾക്ക് സഹായകമാകും. ഇത്രയൊക്കെയാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയമേഖലകൾ. നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് ഭൂപടാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ഉണ്ട് എന്ന ധാരണയോടുകൂടി പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്.
സാമൂഹ്യശാസ്ത്രത്തിലെ 7ാമത്തെ ഫോക്കസ് യൂണിറ്റാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോവുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഈ യൂണിറ്റിൽ പ്രധാനമായും 4 ഫോക്കസ് ഏരിയകൾ നമുക്ക് തന്നിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, വിദ്യാഭ്യാസം, വിദേശ നയം അഥവാ ഫോറിൻ പോളിസി. ആദ്യം നമ്മൾ പരിശോധിക്കുകയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതാണ്ട് 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി വല്ലഭായ് പട്ടേൽ VP മേനോനെ നിയമിക്കുന്നു. രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ലയനക്കരാർ അഥവാ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ രൂപീകരിക്കുന്നു. ഈ ലയനക്കരാർ അനുസരിച്ച് രാജ്യത്തിലെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. 3 രാജ്യങ്ങൾ അതിൽ ഒപ്പുവെച്ചില്ല എന്നത് പാഠഭാഗത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ജുനഗഡും ഹൈദരാബാദും കാശ്മീരും. പിന്നീട് അനുരഞ്ജന ചർച്ചകളിലൂടെയും കുറച്ച് ബലപ്രയോഗത്തിലൂടെയും ആ പ്രദേശങ്ങളെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതായി നമുക്ക് പാഠപുസ്തകം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ധാരാളം പ്രദേശങ്ങളും ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഫ്രാൻസും പോർച്ചുഗലും ചില പ്രദേശങ്ങൾ അവരുടെ ഭാഗമാക്കി വെച്ചിരുന്നിട്ടുണ്ട്. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം ഈ 3 പ്രദേശങ്ങളാണ് ഫ്രാൻസിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുക. 1954 ഈ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. പോർച്ചുഗൽ അധിനിവേശപ്പെടുത്തിയ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. 1961 ഒരു സൈനിക നടപടിയിലൂടെ ആ പ്രദേശങ്ങളെയും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റുവാനും അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സംയോജനം അവിടെ പൂർത്തിയാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഫോക്കസ് ഏരിയയായി നമ്മളിവിടെ കാണുന്നത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ 3 ഗവേഷണ സ്ഥാപനങ്ങളെയാണ് നമുക്ക് പ്രധാനമായും പരിചയപ്പെടാനുള്ളത്. ഒന്ന്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. 2, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. കൂടാതെ ആണവരംഗത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾക്കുമെല്ലാം നേതൃത്വം കൊടുത്ത 2 വ്യക്തികൾ കൂടി നമ്മളവിടെ പറയുന്നു. ഹോമി ജഹാംഗീർ ഭാഭയും SN ഭട്നാഗറും ആണ്. ശാസ്ത്രരംഗത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളും അതിൻ്റെ ഭാഗമായി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3ാമത്തെ ഫോക്കസ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുക വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ ആണ്. വിദ്യാഭ്യാസ രംഗം പരിശോധിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നിവയാണ് ആ 3 കമ്മീഷനുകൾ. 3 കമ്മീഷനുകളുടെ ലക്ഷ്യങ്ങളും ആ കമ്മീഷനുകൾ മുന്നോട്ട് വെച്ച ശുപാർശകളും പാഠപുസ്തകത്തിൽ ഒരു പട്ടികയായി പ്രത്യേകം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ കൂടുതൽ അവസരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1986. എന്തൊക്കെയാണ് ഈ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാനപ്പെട്ട ശുപാർശകൾ? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി. ഫോക്കസിംഗ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി നടപ്പിലാക്കണം. ലോഞ്ചിങ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം.
സ്റ്റാർട്ടിംഗ് നവോദയ വിദ്യാലയാസ് ഇൻ എവരി ഡിസ്ട്രിക്റ്റ്. അവസാനമായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ പോളിസി അഥവാ വിദേശ നയം ആണ്. വിദേശ നയത്തിൻ്റെ ഭാഗമായി നമ്മൾ 2 കാര്യങ്ങളാണ് പാഠപുസ്തകത്തിലൂടെ പരിചയപ്പെടുക. ഒന്ന്, വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ. 2, 1954 പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ വിദേശ നയത്തിൻ്റെ ഭാഗം തന്നെയാണ് പഞ്ചശീല തത്വങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. 1954 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗവൻ ലായിയും കൂടി ചേർന്ന് രൂപം നൽകിയ ഒരു ഉടമ്പടിയാണ് പഞ്ചശീല തത്വങ്ങൾ. 5 പ്രധാനപ്പെട്ട തത്വങ്ങൾ പാഠഭാഗത്തിൽ നമുക്ക് കാണാം. വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളത് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? 1, രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. 2, പരസ്പരം ആക്രമിക്കാതിരിക്കുക. മ്യൂച്വൽ നോൺ അഗ്രഷൻ. 3, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. മ്യൂച്വൽ നോൺ ഇൻ്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫെയർസ്. 4, സമത്വവും പരസ്പര സഹായവും. ഇക്വാലിറ്റി ആൻഡ് കോഓപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. 5, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇത്രയും ഫോക്കസ് ഏരിയകളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ വീണ്ടും പറയുന്നു, ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഈ പാഠഭാഗത്തിൽ നിന്നും 4 സ്കോറിനും 3 സ്കോറിനും ഒക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ആണ്. ഫോക്കസ് ഏരിയാസ് ഉൾപ്പെട്ട 7 അധ്യായങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്ത ആശയങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾക്ക് അനായാസം മുഴുവൻ സ്കോറും നേടാനാകും. എല്ലാവർക്കും ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാനും മികച്ച വിജയം കൈവരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു.